ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു സ്നാക്ക് ഉണ്ടാക്കാം. ഈ സ്നാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടാക്കും, ചക്കപ്പൊരി ഉണ്ടാക്കും. അതുപോലെ പൈനാപ്പിൾ കൊണ്ടും നമുക്കൊരു പൈനാപ്പിൾ പൊരി എന്ന് പറയാം, പൈനാപ്പിൾ ബജി എന്ന് പറയാം, ഉണ്ടാക്കാം. ഈ പൈനാപ്പിൾ വൃത്തിയാക്കി നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ സൈസിൽ. എൻ്റെ അനുഭവത്തിൽ ഈ സൈസ് കുറച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. ഞാൻ ഇച്ചിരി നീളത്തിലും എടുത്തിട്ടുണ്ട്, അതിനേക്കാളും ചെറിയ പീസാകുമ്പോൾ ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് പൈനാപ്പിൾ, ഇത് ഹാഫ് പൈനാപ്പിൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ്. 2 കപ്പ് മൈദാപ്പൊടി 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതായത് 250 ഗ്രാം ആണ് ഈ കപ്പ്. ഈ 250 ഗ്രാമിൽ 2 കപ്പ്. അതുപോലെ പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര ഏലക്കായും ഇട്ട് പൊടിച്ചു വെച്ചതാണ്. ഇത് ഏകദേശം ഞാൻ 3/4 ചേർത്തിട്ട് മധുരം അനുസരിച്ച് കൂട്ടി ചേർക്കും. ഞാൻ മധുരം ഉണ്ടെങ്കിൽ നിർത്തും, എന്നാൽ 1/2 കപ്പ് പഞ്ചസാര ഏകദേശം വേണ്ടി വരും. പിന്നെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയാണിത്. അത് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ദോശമാവ് അത് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എള്ള് വേണം, മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. നമുക്കപ്പോൾ ചേർക്കാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പഴംപൊരിയേക്കാളും ഇഷ്ടം പൈനാപ്പിൾ ബജിയാണ്. നല്ല ടേസ്റ്റാണ് പൈനാപ്പിൾ ബജി. അത് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. പഞ്ചസാര ഏകദേശം അത്രയും ഇടുന്നുണ്ട്, എന്നാലും ഒന്ന് കലക്കി നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഏകദേശം 1/2 കപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ 1/2 കപ്പ് അളവ് എടുക്കാം, കുഴപ്പമില്ല. പിന്നെ കുറച്ച് കറുത്ത എള്ളിടുന്നുണ്ട്. ഇതിലൂടി പാല്, അതായത് കവർ പാല്, നാട്ടിലൊക്കെ കവർ പാല്, ആ കവർ പാലാണ് ഇത്. കോക്കനട്ട് മിൽക്ക് അല്ല, അത് ഇതാ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ദോശയ്ക്ക് ഇഡലിക്കൊക്കെ അരച്ച് പുളിച്ചിരിക്കുന്ന മാവാണ് ദോശമാവ്, അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം കലക്കിയത്, വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. മാവ് കലക്കി 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇപ്പം മാവ് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിളിന് മാവിൽ മുക്കിയിട്ട് എണ്ണയിലിടാം. എണ്ണ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണയിലോട്ട് ഈ പൈനാപ്പിളിന് മുക്കിയിടാം. ഞാൻ പഞ്ചസാര 1/2 കപ്പും ചേർത്തു കേട്ടോ. ഞാൻ മധുരം കൂടരുതെന്ന് കരുതിയിട്ട് 3/4 ചേർത്തിട്ട് വെച്ചിരുന്നു. പക്ഷെ എനിക്ക് 1/2 കപ്പും ചേർക്കേണ്ടി വന്നു. കണക്ക് ശരി തന്നെയാണ്, 1/2 കപ്പ് പഞ്ചസാരയാണ്. ഈ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര ഇട്ടും ചെയ്യാം. പഞ്ചസാര തന്നെ ഇടണമെന്നില്ല, നമുക്ക് ശർക്കര ഇട്ടും ഇതുപോലെ ഉണ്ടാക്കാം. അതിപ്പോൾ പഴംപൊരി ആയാലും അതെ, ഏത് പൊരി ആയാലും പഞ്ചസാര മാത്രം വേണമെന്നില്ല, ശർക്കര ഇട്ടുണ്ടാക്കി അതിനും ഒരു ടേസ്റ്റാണ്. ഈ പൈനാപ്പിൾ എപ്പോഴും തീരെ കട്ടി കൂടി അരിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കട്ടി കൂടിപ്പോവും. അങ്ങനെ കട്ടി കൂടി അരിഞ്ഞാൽ അത്ര ഈ പഴംപൊരി പോലെ ഒരു ടേസ്റ്റ് തോന്നാറില്ല. പക്ഷെ കുറച്ച് നൈസായിട്ട് അരിയുമ്പോഴും നല്ല മൂപ്പിച്ചെടുക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് സംഭവം. ഹോട്ട് ഇത്തിരി കൂടിപ്പോയി, അതാണ് ഞാൻ പെട്ടെന്നൊന്ന് ഹോട്ടിനെ മീഡിയത്തിലോട്ട് ഇട്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല മണവും ഇതൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് എല്ലാവർക്കും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണല്ലോ ഏറ്റവും ഇഷ്ടമുള്ളത്, അല്ലേ? വേറെ ഏതെണ്ണ എത്ര ഗുണം എന്ന് പറഞ്ഞാലും വെളിച്ചെണ്ണയാണ് ഏറ്റവും നമുക്ക് ഇഷ്ടം. അങ്ങനെ ശീലിച്ചത് കൊണ്ടും ആവാണല്ലേ. അപ്പം നമുക്കിതിന് കോരി മാറ്റിയിട്ട് അടുത്തത് ഇടാം. അങ്ങനെ എല്ലാം നമുക്ക് മുക്കി പൊരിച്ചെടുക്കാം. അങ്ങനെ പൈനാപ്പിൾ ബജി റെഡി ആയിട്ടുണ്ട്.
നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പൊങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളൊന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് തിരുവനന്തപുരത്ത് തളിയൽ ആ ഭാഗത്ത് ഒരു കടയിൽ മാത്രമേ ഇത് കിട്ടാറുള്ളൂ. വേറെ അങ്ങനെ തിരുവനന്തപുരത്തിന് കൂടുതലൊന്നും കിട്ടാറില്ല. പക്ഷെ നമുക്കിത് ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ബൈ.